ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ തുറന്നു പറയാനുള്ള സത്യങ്ങളൊക്കെ വീണ്ടും തുറന്നു പറയുന്നുണ്ട്. സ്റ്റാലിനി ജോസഫിന്റെ മകളാണ് താനെന്ന് അറിയുമ്പോൾ കുറച്ചൊക്കെ അലീനയ്ക്ക് ഷോക്കാവുന്നുണ്ട്. അതിലുപരി അങ്ങോട്ട് പോകുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം പോലെ ആവുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ അത് ശരിയാവുമോ? ഞാൻ അവിടെ പോയാൽ കൂടുതൽ പ്രശ്നങ്ങളല്ലേ ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു തോന്നൽ നിനക്ക് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നീ നിൽക്കേണ്ട ആവശ്യമില്ല. നിന്നെ ആരും അവിടെ പൂട്ടിയിടാനൊന്നും പോകുന്നില്ല. നിനക്ക് അവിടെ ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാവുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് പേടിയോട് കൂടിയാണ് അലീന ആ വീട്ടിലേക്ക് പോകുന്നത് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണെങ്കിൽ അതിനേക്കാൾ ഉപരി പേടിയാണ് അവൾക്കുള്ളത്. കാരണം ഇതുവരെ അവൾക്കറിയാത്ത അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അവൾ കേട്ടുകഥകൾ മാത്രമേ ഉള്ളൂ അയാളെക്കുറിച്ച്. ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ വലിയൊരാളാണ്. അപ്പം തൻ്റെ മകളുടെ അടുത്ത് മകളുടെ സ്നേഹം അയാൾ തനിക്ക് തന്നിട്ടില്ലെങ്കിൽ അലീനയ്ക്ക് വിഷമാവുമെന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും അവൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വൈജയന്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തിയ നമ്മുടെ വൈജയന്തിയോട് മനു തർക്കിക്കുന്നുണ്ട്. മനു ആണ് വൈജയന്തിയെ ഇവിടേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നത്. മനു പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രു ഇവിടുന്ന് പോയിട്ടുണ്ട്, അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ കയറി ചെല്ലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. സന്തോഷത്തോടും അതുപോലെ തന്നെ സമാധാനത്തോടും കൂടി കയറി ചെന്നോളൂ, ഇനിയൊന്നും പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഇതുവരെ അതിന് ആരും പേടിച്ചിട്ടില്ലല്ലോ. അവൾ വന്നതിന് ശേഷം എനിക്ക് പേടിയല്ല ഉണ്ടായത്, എൻ്റെ സന്തോഷവും സമാധാനവും അവൾ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെ ഞാൻ എന്തിനു പേടിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ ഉത്തരവാദിത്തം എനിക്കുള്ളായിരുന്നു, ഇറങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാർന്ന് വൈജയന്തി ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഉമ്മറത്തിരുന്ന് രോഹിത് നമ്മൾ അലീനയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അലീന പോയ വിഷമം ഇപ്പോഴും അവർക്കൊന്നും മാറിയിട്ടില്ല. വൈജയന്തി വന്ന വിവരം അറിഞ്ഞിട്ട് ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളും ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് അവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ അമ്മയെ കണ്ട സന്തോഷമൊന്നും ആ കുട്ടികളുടെ മുഖത്തില്ല. അതൊരിക്കലും ഉണ്ടാവാനും പോടില്ല. കാരണം വൈജയന്തി എന്തായാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരിക്കുമല്ലോ അങ്ങോട്ട് വരുന്നത് മക്കൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ മക്കളോട് പറയുന്നുണ്ട് വൈജയന്തി കേട്ടോ, ഓ ഇത്രയും നാളുകൾക്ക് ശേഷം എന്നെ കണ്ടിട്ട് നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് തീരെ പിടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നേരെ വൈജയന്തി ചെയ്യുന്നത് ആ വീട്ടിലേക്ക് കയറി ചെന്ന് ആ വീടിന്റെ മുക്കും മൂലയൊക്കെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അലീന ഉപയോഗിച്ച വീടല്ലേ, അപ്പോൾ എന്തെങ്കിലും അവളുടേതായ വസ്തുക്കൾ ആ വീട്ടിൽ എവിടെയെങ്കിലും ശേഷിച്ച് കിടക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ അലീന കിടന്ന റൂം തുറക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് ലോക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ബബിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിന് ലോക്ക് ഉണ്ട്, അത് താഴ്ത്തി കഴിഞ്ഞാൽ മനസ്സിലാവും ലോക്കാണോ അതേ അല്ലേ എന്നുള്ളത്. അതിങ്ങനെ ചോദിച്ച് ഷോ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തിക്ക് കൂടുതൽ ദേഷ്യമാവുന്നുണ്ട്. കൃഷ്ണമോള് പിന്നെ ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഇനി വേണ്ട, ഒന്നാമതേ അമ്മ ഭയങ്കര ദേഷ്യക്കാരിയാണ്, അതിൻ്റെ ഇടയിൽ നമ്മളും കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അത് ലോക്കൊന്നുമല്ല കയറിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ഉപയോഗിച്ച റൂമിന്റെ മുക്കും മൂലയൊക്കെ തിരഞ്ഞു നോക്കുന്നുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ അവളുടേതായിട്ട് ആ വീട്ടിലുണ്ടെങ്കിൽ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ കിടന്ന പായ കാണുമ്പോൾ ഇതെന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്, ഇത് എടുത്ത് ഉപേക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. രോഹിത്തിനോട് പറയും ഇത് ഇവിടെ വേണ്ട, ഇത് ഒഴിവാക്ക്, ദൂരെ കൊണ്ടുപോയി കളയി, അല്ലെങ്കിൽ കത്തിച്ച് കളയണം, ഇതൊന്നും ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ ഭവിക്കും അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും ദേഷ്യവും സങ്കടവും ഒരുപോലെ വരുന്നുണ്ട്. അത് കത്തിച്ച് കളയേണ്ട ഒരു സാധനമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വീട് മൊത്തം കത്തിച്ച് കളയേണ്ടി വരുമെന്ന് ബബി പറയുന്നുണ്ട്. കാരണം ഈ വീടിന്റെ എല്ലാ മൂലയിലും അവളുണ്ടായിരുന്നല്ലോ അലീന ചേച്ചി, അതുകൊണ്ട് അത് മൊത്തം കത്തിച്ച് കളയേണ്ടി വരും എന്ന് പറയുമ്പോൾ കൂടുതൽ ദേഷ്യം വരുന്നുണ്ട് വൈജയ്ക്ക്. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ട, രോഹിതേട്ടനോട് ഞാൻ പറഞ്ഞോളാന്ന് പറയുന്നുണ്ട് നമ്മളെ കൃഷ്ണമോള്. പാവം കൃഷ്ണമോള് വന്നിട്ട് അമ്മ നീക്കി വെച്ച ആ പായ ഒന്നും കൂടി അരുവിലേക്ക് നീക്കി വെച്ചിട്ട് ആ റൂം ഒന്നും കൂടി നോക്കുന്നുണ്ട്. അലീന ചേച്ചിയുടെ ഓർമ്മകൾ ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കൃഷ്ണമോൾക്ക് ആ റൂമിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷെ അവിടെ നിൽക്കും തോറും, അതായത് അലീനയുടെ ബെഡിലൊക്കെ കൃഷ്ണമോൾ ഇരിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ വിഷമാവുന്നുണ്ട്. അങ്ങനെ അലീന ചേച്ചിയുടെ റൂമും അടച്ച് അവൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും വൈജയന്തി ഭയങ്കര ദേഷ്യത്തിലാണ്. ഈ വീട്ടിൽ അവളുടേതായിട്ടുള്ള എന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കത്തിച്ച് കളയണമെന്ന് വൈജയന്തി ഉത്തരവിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മനു ഒരു പണി കൊടുക്കുന്നുണ്ട് വൈജയ്ക്ക്. കാരണം ഇത്രയൊക്കെ ദേഷ്യം കാണിക്കുന്നുണ്ട് അലീനയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനുവിനും ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, അലീന പോകുന്നതിന് മുമ്പ് ഒരു സത്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ വെച്ച് പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയണമെന്ന് ചോദിക്കുമ്പോൾ എന്ത് സത്യം, അങ്ങനെ ഒരു സത്യമൊന്നുമില്ല, അത് മനസ്സിൽ നിന്ന് മായിച്ചേക്ക്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പേടിയുണ്ട് ബബിയുടെയും കൃഷ്ണമോളുടെയും മുന്നിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വൈജിക്ക് പേടിയുണ്ട്. അപ്പോൾ
എന്നാ ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. രോഹിതിനെയും കൂട്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബബി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ പറഞ്ഞത്, മനുവേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ വൈജ പെട്ടെന്ന് വിഷയം മാറ്റുന്നുണ്ട്. വല്ലവരും പറഞ്ഞ കാര്യം ഞാൻ ഓർത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും വൈജ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് പിള്ളേരുടെ അടുത്തും പെരുമാറാൻ വേണ്ടി നിൽക്കുന്നത്. എന്തായാലും ഈ വീട്ടിൽ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് മനു എടുത്തു പറയുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാവർക്കും വെച്ചും വിളമ്പിയും ഈ വീട് നല്ല വൃത്തിയാക്കിയും പിന്നെ നല്ല വഴി ചൂണ്ടിക്കാണിക്കാനേ അലീന ശ്രമിച്ചിട്ടുള്ളൂ. അല്ലാതെ അവൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വൈജിക്ക് അത് അത്ര സുഖിക്കുന്നൊന്നുമില്ല. അവൾക്ക് ദേഷ്യമാണ് വരുന്നത്. കാരണം അലീനയുടെ ഒരു നല്ല ഭാഗവും വൈജി ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നമ്മളെ അലീന യാത്ര ചെയ്ത് ഒടുവിൽ സ്റ്റാലിനി ജോസഫിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതൊരു വീടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയൊരു ബംഗ്ലാവ് പോലെയാണ് ആ വീട്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കര ഭയം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ നിന്ന് ബാലചന്ദ്രനും ഇറങ്ങി, അതുപോലെ തന്നെ അലീനയും ഇറങ്ങി. ആ സമയത്ത് തന്നെ ആ വീട്ടിലെ ഒരു ഏകദേശം രൂപം നമുക്ക് കിട്ടുന്നതാണ്. കാരണം ആ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ട്. പുറം പണിക്ക് ഒരാള്, അകം പണിക്ക് ഒരാള്, മറ്റു കാര്യങ്ങൾക്ക് വേറെ കാര്യസ്ഥൻ, അങ്ങനെ ആ വീട്ടിലെ മൊത്തം കാര്യങ്ങൾക്ക് അവിടെ പണിക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വീടിന്റെ ഏകദേശം ഒരു രൂപം കിട്ടും. അത്രയും വെൽ സെറ്റപ്ഡ് ആയിട്ടുള്ളൊരു ബംഗ്ലാവാണത്. അത് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊരു വീടാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് വലിയൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ആണെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. സ്റ്റാലിനി ജോസഫ് ആണെങ്കിൽ അവിടെയുള്ള പണിക്കാരെ വിളിച്ചിട്ട് ശകാരിക്കുന്നുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണണം, ഇവിടെയുള്ളവർക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. കാരണം ഇങ്ങനെ ഒരു വീട്ടിലേക്കാണ് അലീന വന്ന് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവളുടെ അവിടുത്തെ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് നമുക്കും ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ തിരിഞ്ഞു നോക്കി സ്റ്റാലിനി ജോസഫ് നമ്മൾ അലീനയെ കാണുന്നുണ്ട്. അങ്ങനെ നേരെ വന്ന് ബാലചന്ദ്രന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി എന്ന് പറയുമ്പോൾ സ്റ്റാലിനി ജോസഫ് പറയുന്നുണ്ട് അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമില്ലാന്ന്. എന്തായാലും സ്റ്റാലിനി ജോസഫിനെ കണ്ട ഉടനെ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ഇതിനു മുൻപ് സ്റ്റാലിനി ജോസഫിനെ ഒരിക്കൽ അലീന കണ്ടിരുന്നു. അലീന അയാൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. അയാളുടെ മുഖച്ചായം മനസ്സിലാക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഞാൻ കണ്ടിരുന്നല്ലോ എന്ന്. അങ്ങനെ അച്ഛന്റെ മുഖത്തേക്ക് നിസ്സഹായമായ ഒരു നോട്ടമൊക്കെ അലീന നോക്കുന്നുണ്ട്. എന്തായാലും ആ അച്ഛന്റെ കരങ്ങളിൽ അലീന സുരക്ഷിതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല സ്നേഹമുള്ള അച്ഛനായിരിക്കും. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ മകളെ തിരിച്ചു കിട്ടിയ സന്തോഷം എന്തായാലും അയാൾക്ക് ഇല്ലാതിരിക്കില്ലല്ലോ. എങ്കിൽ പോലും നെടുമ്പുരയ്ക്കൽ വീട്ടിലുണ്ടായ അതേ പ്രശ്നം മേ ബി ഇവിടെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അയാളും ഒരു കുടുംബം പുലർത്തുന്ന ഒരാളാണ്. അതിന്റെ ഇടയിലേക്കാണ് അയാളുടെ മാത്രമായിട്ടുള്ള ഒരു മകൾ വരുമ്പോൾ എന്തായാലും അവിടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു പ്രശ്നങ്ങളെ എങ്ങനെ അലീന തരണം ചെയ്യും? നെടുമ്പുരയ്ക്കൽ വീട്ടിലുണ്ടായ പ്രശ്നം ഇനിയും ഇവിടെയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പറ്റുമോ? കാരണം ഒരു പ്രശ്നത്തിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ടാണ് അവൾ മറ്റൊരു ഇടത്തിലേക്ക് വന്നത് തന്നെ. അപ്പൊ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.